മക്കളെ ജൂൺ 23 തിങ്കളാഴ്ചയാണ്. ഇന്ന് മുതൽ നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാന് മക്കളെ മുന്നിലേക്ക് കൃത്യമായിട്ട് ഓരോ തിങ്കളാഴ്ചയും വരുന്നതായിരിക്കും. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമുക്കറിയാം നമുക്ക് ബാക്ക്ലോഗ് കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും, പഠിച്ചു തുടങ്ങിയ മക്കളുണ്ടാവും, അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. ഓരോ വീക്കും നമ്മൾ സ്റ്റഡി പ്ലാനൊക്കെ പറഞ്ഞ സമയത്തും അല്ലെങ്കിൽ എന്താണ് ബാക്ക്ലോഗ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഓരോ വീക്കും നമ്മൾ എന്താക്കുക, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെ? ഫോക്കസ്. ഓരോ ആഴ്ചയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത്. റെഡി? അതിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് എന്തത്? തിങ്കളാഴ്ച. കൃത്യം തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യാം, ആ വീക്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഒരു ടൈം ടേബിൾ ആക്കി വെക്കുക എന്നുള്ളത്. ഓക്കെ, എന്നിട്ടോ നമുക്ക് അത് സെറ്റായിട്ട് ഫോളോ ചെയ്യാം. ഏറ്റവും നല്ല വഴിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് എന്താക്കുന്നത്, ഇന്ന് മുതൽ ജൂൺ 23 മുതൽ നമ്മൾ എന്താക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എല്ലാ തിങ്കളാഴ്ചയും മക്കൾക്ക് എന്താണ് സാർ അതുപോലെ വന്നിട്ട് ആ വീക്കിൽ എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. റെഡി? യെസ്, അത് കൃത്യമായിട്ട് മക്കൾ ഫോളോ ചെയ്യുകയും വേണം, നിർബന്ധമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജൂൺ 30 വരെയുള്ള നമ്മൾ എന്താണ് ഈ വീക്കിലെ ടൈം ടേബിളാണ് നമ്മൾ പറയാൻ പോകുന്നത്, മറ്റൊന്നുമല്ല. നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ജൂൺ 23 മുതൽ 30 വരെയാണ്. ഓക്കെ, യെസ്. അപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ആദ്യം നമുക്ക് അക്കൗണ്ടൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അക്കൗണ്ടൻസി ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്. പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് ആണ്. പഠിച്ചോളുക. ഈ വീക്ക് ഇരുന്ന് കൃത്യമായിട്ട് പഠിച്ചോളുക, സെറ്റായിട്ട് പഠിച്ചോളുക. നമുക്ക് നമ്മുടെ ബാച്ചിന്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മക്കൾക്ക് അവൈലബിൾ ആണ്. ഈ വീക്ക് തന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റിന്റെ ഒരു പാർട്ടും കൂടെ വരാറുണ്ട്. ഒന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ സെറ്റാക്കും. ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ള മക്കൾ എന്താക്കുക, അന്നത്തേക്ക് സെറ്റാക്കി വരും. ഈ വീക്ക് തന്നെ ഉണ്ടാവും. നമുക്ക് വീണ്ടും എന്താണ് ക്വസ്റ്റ്യൻ ചെയ്ത് ആ ചാപ്റ്റർ ഒന്നുകൂടെ പഠിക്കാം. റെഡി? അപ്പൊ ഈ വീക്ക് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഏതാണ് പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. റെഡി? ഇനി അതേപോലെ തന്നെ എന്തുണ്ട്, സി ഉണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമുക്കറിയാം ഓവർവ്യൂ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇത്. യെസ്, ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിച്ചോളുക. കൃത്യമായിട്ട് പഠിച്ചോളുക. റെഡി? ഇത് രണ്ടുമാണ് അക്കൗണ്ടിങ്ങിൽ മക്കൾ പഠിക്കേണ്ടത്. ദെൻ നമുക്ക് ബിസിനസ് സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ അറിയാലോ, നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഏതാ? യെസ്, നമ്മളെ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ്. നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മളെ ബിസിനസ് സ്റ്റഡീസിലെ ആദ്യത്തെ ചാപ്റ്റർ. ദെൻ അതേപോലെ എക്കണോമിക്സിൽ നമ്മളേതാ മൈക്രോ ഇക്കണോമിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോ. റെഡി? ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോ ഇക്കണോമിക്സും നിങ്ങൾ എന്താക്കുക, ഈ വീക്ക് സെറ്റായി പഠിച്ചോളുക. റെഡി? നമ്മുടെ മെയിൻ കോർ സബ്ജക്റ്റിലെ കേസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിച്ചോളുക. ഈ വീക്ക് കൊണ്ട്, അതായത് 23 മുതൽ 30 വരെ മക്കൾ ആകുമ്പോഴേക്കും, അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ഇത് മാക്സിമം മക്കൾ കവർ ചെയ്തിരിക്കണം. റെഡി? ഇനി ഇതിന്റെ കൂടെ തന്നെ മക്കൾ എന്ത് ഫോക്കസ് ചെയ്യുക, നമ്മളെ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജ് സബ്ജക്ട്, അതുപോലെ ഹിന്ദിയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലോ. റെഡി? അത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. റെഡി? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പഠിച്ചിരിക്കുക കൃത്യമായിട്ട്. റെഡി? ഇതിലൊക്കെ ആദ്യത്തെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണോ അത് മാക്സിമം എഫേർട്ട് ഇടുക, മാക്സിമം തീർക്കാൻ ശ്രമിക്കുക. തീരും. കൃത്യമായിട്ട് മക്കൾ ഇരുന്ന് പഠിച്ചാൽ കൃത്യമായിട്ട് എന്താണ് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ മക്കൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ദിവസം, റെഡി? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾ സെറ്റ് തീരുമാനിച്ചോളുക, ഇത്ര ടൈം ഞാൻ ഇരുന്ന് പഠിക്കും, ഇങ്ങനെ ഞാൻ അത് തീർത്ത് പോകും എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എന്താക്കുക, മനസ്സിലൊരു പ്ലാൻ സെറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പല പ്ലാനും അല്ലേ? അപ്പം എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ഇപ്പോൾ ബാക്ക്ലോഗുള്ള കുട്ടികളാണെങ്കിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു 1 hour ഒക്കെ എക്സ്ട്രാ ഇരുന്ന് കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക. ഇതിങ്ങനെ പോകണം. നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് മക്കൾ ഓരോ ആഴ്ചയും പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും എന്താക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടേണ്ടി വരില്ല. നല്ല മെത്തേഡാണ്. അതുകൊണ്ട് എന്താക്കുക, നന്നായിട്ട് ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hour എങ്ങാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും കാരണവശാൽ അത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ബാലൻസ് ചെയ്തെടുത്തോളാം. ബാലൻസ് ചെയ്തെടുത്തോളുക. എങ്ങനെ? വീക്കെൻഡ് ഉണ്ടാവും, ഹോളിഡേ ഉണ്ടാവും, അത് അല്ലെങ്കിൽ രാത്രിയൊക്കെ 1 മണിക്കൂറൊക്കെ മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യത്തിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹവറൊക്കെ മക്കൾ എന്ത് ചെയ്യുക, മോർണിംഗിൽ സെറ്റ് ആക്കുക.
ഓക്കെ, മോർണിംഗ് കുറച്ച് നേരത്തെ എണീക്കുക. ഒരു 6 മണിക്ക് എണീച്ചാൽ 6 മണി മുതൽ 7 മണി വരെ മക്കൾക്ക് എന്താക്കാൻ പഠിക്കാം. 1 മണിക്കൂർ മക്കൾക്ക് അവിടെ ഓക്കെ അത് ബാലൻസ് ചെയ്യാൻ പറ്റും. റെഡി? അങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാന്. റെഡി? കൃത്യമായിട്ട് പ്ലാന്. ഈ പ്ലാനോട് കൂടി ഇതാ നമ്മളെ എല്ലാ സബ്ജക്റ്റിന്റെയും ആദ്യത്തെ ചാപ്റ്റർ മകൾ ഇതാ ഈ വീക്ക് സെറ്റായി പഠിച്ചോളാം. ഓക്കെ ആണോ? യെസ്. അടുത്ത വീക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞു തരും. കൃത്യമായിട്ട് അതേപോലെ മാക്സിമം എഫേർട്ട് ഇട്ട് നന്നായിട്ട് പഠിക്കുക. റെഡി? നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ. അതുവരെ ബൈ.